ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. വീട് എപ്പോഴും ഓർഗനൈസ്ഡായി വൃത്തിയാക്കിയിടാൻ മടിയുള്ള ആളാണോ നിങ്ങൾ? ആ മടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാബിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ടല്ലാതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട് കുറച്ച് ദിവസം ഓർഗനൈസ് ആയിട്ട് ഇട്ടൊന്ന് നോക്കും. 4 ദിവസം ഇട്ട് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം നമുക്ക് മടിയുണ്ടെങ്കിലും അങ്ങനെ വൃത്തികേടായി കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാക്കാൻ തുടങ്ങും കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ആ വൃത്തിയാക്കിയിട്ടത് നമ്മൾ ആസ്വദിക്കാനായിട്ട് പഠിക്കുക. നമ്മളെപ്പോഴും ടൂറ് പോണതും എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ പോകുന്നതും സിനിമ കാണാനൊക്കെ എന്തിനാണ്? നമുക്ക് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളെ വീടിൻ്റെ ഭംഗി, അല്ലെങ്കിൽ നമ്മളെ കിച്ചൻ്റെ ഭംഗി, ഗാർഡൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ച് അതിലൊരു ലഹരി കണ്ടെത്തുകയാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ റബ്ബ് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഒരു കാണാൻ പറ്റുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു കാഴ്ച പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില അറിയുള്ളൂ കേട്ടോ. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് പിന്നെ ആ ഒരു ഫീൽ അറിയില്ല നോക്കാം. നമ്മൾ എല്ലാം നല്ല കളർഫുള്ളായിട്ട് കണ്ട് നല്ല ആസ്വദിച്ച് ജീവിച്ചിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ എണീക്കുമ്പോൾ കാഴ്ചയില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ വില അറിയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കണ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ലതാവാനും നല്ല ഭംഗിയുള്ളതാവാനും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ആവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ 4 ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ദിവസം ഓർഗനൈസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 5ാമത്തെ ദിവസം വൃത്തികേടായി കിടക്കുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധിച്ച് ശരിയാക്കാനായിട്ട് നോക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സും അങ്ങനെ ശ്രദ്ധിക്കും. അവരും അതാണല്ലോ കാണുന്നത്. അപ്പോൾ അവരും അത് ഒരു വിധമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട് വൃത്തിയും നീറ്റും ക്ലീനുമായിട്ട് ഇട്ട് നമ്മളത് ആസ്വദിക്കുന്നതിലൊരു ലഹരി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ പോയാലും നമ്മളെ ഫേവറേറ്റ് പ്ലേസ് നമ്മളെ വീട് തന്നെ ആയിരിക്കും കേട്ടോ. എപ്പോഴെങ്കിലും വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് വീട് വൃത്തിയാക്കി ഓർഗനൈസ് ഇടുന്നതിന് ബദൽ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ലഹരി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് നോക്കുക. അത് കരുതി 24 hours ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. കുറച്ച് ദിവസം ഇത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ടാവും. ഓരോന്നിനും ഓരോ ഒരു എന്താ പറയുക, ഒരു അടുക്കും ചിട്ടയൊക്കെ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തിൽ 1/2-3/4 മണിക്കൂർ മതി കേട്ടോ. 30 മിനിറ്റോ 40 മിനിറ്റോ മതി നമുക്ക് വീട് മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരുക്കിയിടാതെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിടുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കമൻറ്റ് കൂടെ എൻ്റെ സ്വഭാവമുള്ളവർ ആരൊക്കെയാണെന്നൊക്കെ